പണ്ടത്തെ മൂവീസ് എന്ന് പറയുമ്പോൾ അത്രയും ക്യൂട്ടല്ല നമുക്ക് കാണാനാണെങ്കിലും, പക്ഷെ ഇപ്പോഴും ഓക്കെയാണ്. ആ ഒരു പഴയൊരു വൈബ് ഉണ്ട്, എന്നാലും പണ്ടത്തെ ഒരു ക്യൂട്ട്നെസ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ലാലേട്ടൻ എന്നോട് പറ ഐ ലവ് യു. പഴയ സിനിമയിലെ കുറച്ചുകൂടെ ലുക്കായിരുന്നാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ഒടിയൻ സിനിമ കഴിഞ്ഞ പിന്നെ ഭയങ്കര എല്ലാം മാറിയിട്ടുണ്ട്. തുടരും തുടരുന്നൊരു നമ്മുടെ ഒരു പഴയ ഒരു ലാലേട്ടനെ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല. ആ ഒരു വൈബിലോട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ട്. പഴയ മോഹൻലാലിനെ ഇഷ്ടം. മോഹൻലാലിനെ ഇഷ്ടമായി. 80s വന്നത് 90s വന്നത് 30s എപ്പോഴാണ് ഇഷ്ടം 2030 ഉദ്ദേശിച്ചോ. തന്മാത്രം കൊടുക്കുന്നതിനൊക്കെ ലാലേട്ടൻ അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. നീ പോകുമോനെ ദിനേശ. അല്ലെങ്കിൽ പിന്നെ ഈ ദൃശ്യം മണ്ണിൽ തന്നെ ലാലേട്ടനെ അടിക്കുന്ന സീനുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ കരഞ്ഞായിരുന്നു തിയേറ്ററിൽ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ആലോചിക്കാനായിട്ട് അങ്ങനെ ബർത്ത്ഡേ ഒന്നും ഒരു ആവശ്യമില്ല. എന്നിരുന്നാലും ജെൻസി ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കി വന്നാലോ. ഇഷ്ടപ്പെട്ട മോഹൻലാലിന്റെ സിനിമ ഏതാ പറയാ, എല്ലാതും ഓൾമോസ്റ്റ് എല്ലാം. അതെ, ചോട്ടമുംബൈ ആണ്. ഇപ്പൊ ഇറങ്ങിയ ദൃശ്യമൊക്കെ കണ്ടിരുന്നു. കാണാതിരിക്കുക, വെയിറ്റിംഗ് ആണ്. ബുക്ക് ചെയ്തിട്ടുണ്ടോ? ബുക്ക് ചെയ്തിട്ടില്ല. ഇന്നലെ ഒരു പടം കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത പടത്തിന് ചേട്ടനെ കൂടെ. ഈ കുഞ്ഞിലെ നിങ്ങൾ കാണുന്ന ഒരു മോഹൻലാലും ഇപ്പോഴത്തെ ഒരു മോഹൻലാലിന്റെ വലിയ ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ആളുടെ ഭാവത്തിലെ ആക്ടിങ്ങിലായാലും ആ ഒരു ആളുടെ പണ്ടത്തെ മൂവീസ് എന്ന് പറയുമ്പോൾ അത്രയും ക്യൂട്ടല്ല നമുക്ക് കാണാനാണെങ്കിലും, പക്ഷെ ഇപ്പോഴും ഓക്കെയാണ്. ആ ഒരു പഴയൊരു വൈബ് ഉണ്ട്, എന്നാലും പണ്ടത്തെ ഒരു ക്യൂട്ട്നെസ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ലാലേട്ടൻ ദൃശ്യത്തിന്റെ എന്തോ സംഭവം വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോ പോലെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്നത് ഈ സന്തോഷവും. പഴയ സിനിമ ചിത്രം ഫേവറേറ്റ് മൂവിയാണ്. സത്യം ഒരു ഡയലോഗ് ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ എന്നാലേ എന്നോട് പറ ഐ ലവ് യു. ദേവാസുരം വരണമെന്നാണ് ലാലേട്ടൻ്റെ ഏതെങ്കിലും ഡയലോഗ് ഓർത്ത് വെച്ചിരിക്കുന്നത്. അത് ഏതായിരിക്കും? സവാരിഗിരി. പഠിച്ചു ലാലേട്ടൻ ഫാൻഗേളാണോ? ഞാൻ ഇന്നലെ കൂടി കണ്ടുള്ളൂ. ഇന്നലെ കണ്ടിട്ടുണ്ട്. എന്ത് ദേവാസുരം? ദേവാസുരം ഇപ്പൊ എനിക്ക് തോന്നുന്നു 50 എന്തോ ആയി. കുഞ്ഞി അതിന്റെ അമ്മക്കും അനിയത്തിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ദേവാസുരം ഇഷ്ടമാണ്. തുടരുവാണ്. പഴയ സിനിമകൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയിൽ ഏതാ മോഹൻലാലിന് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ ഏതായിരിക്കും? പഴയ ഒരു സിനിമ താഴാണ്. മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്? 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂട തിരിച്ചെത്തിയിരിക്കും. ആ ഡയലോഗാണ്. നരസിംഹമാണ്. ഈ അടുത്തിറങ്ങിയതിനകത്ത് തുടരും സിനിമയാണ്. പഴയ സിനിമയിലെ കുറച്ചുകൂടെ ലുക്കായിരുന്നാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ഒടിയൻ സിനിമ കഴിഞ്ഞ പിന്നെ ഭയങ്കര എല്ലാം മാറിയിട്ടുണ്ട്. പഴയ മോഹൻലാൽ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. രസമായിരുന്നു. പോമോനെ ദിനേശ്. പാട്ടോട് അറിയാവോ? കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ആ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ആ ഓർമ്മ നഷ്ടപ്പെട്ട് പോത്തില്ലേ? അല്ല, ഓർമ്മ അതെ. തുടരുന്നൊരു നമ്മുടെ ഒരു പഴയ ഒരു ലാലേട്ടനെ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല. ആ ഒരു വൈബിലോട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ടോ? തുടരും, തന്മാത്ര, നരസിംഹം, 6-ാം തമ്പുരാൻ. ഇതൊക്കെയാണ് പഴയ സിനിമ വീണ്ടും തിയേറ്ററിൽ വന്ന് ആഘോഷിക്കപ്പെടണമെന്ന് ചോദിച്ചാൽ ഏത് സിനിമയാണ്? നമ്മുടെ ശ്രീനിവാസനും മോഹൻലാലും കൂടെ ഉള്ള സിനിമ ദാസനും വിജയൻ. ആ സിനിമകൾ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് പഴയ മോഹൻലാലിനെ ഇഷ്ടം. പഴയ ഏത് സിനിമയാണ് ഇഷ്ടം? പഴയ കിലുക്കം. ഇപ്പോഴും കിലുക്കത്തിന്റെ ഫാൻകളാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ പഴയ മോഹൻലാലിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? അത് ചോദിച്ചാൽ നമുക്ക് മോഹൻലാലിന് ഇഷ്ടമല്ലേ, അപ്പൊ നമുക്ക് എല്ലാം നോർമലാണ്. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ലൂസിഫർ, പിന്നെ എമ്പുരാൻ 2020, രാവണപ്രഭു, സ്ഫടികം,
ദേവാസുരം, ആറാം തമ്പുരാൻ, എമ്പുരാന്, മതി. സ്ഫടികമാണ്. ഇപ്പോഴും വീണ്ടും റീ റിലീസിന് വരാൻ താല്പര്യമുള്ള സിനിമയിലും അത് ഏതായിരിക്കും? മോഹൻലാലിന്റെ നാട്ടുരാജാവ്. മോഹൻലാലിന്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ഡയലോഗ് എന്ന് പറയാം, 7 ഡയലോഗ് പറയും. നീ പോ മോനെ ദിനേശ. നാട്ടുരാജാവിലെ ഏത് സീനാണ്? മറ്റേ ഇടിയില്ലേ ചന്തയിലെ ആ, ഭയങ്കര മോഹൻലാലിന്റെ കഥ വേഗം ഒരു 5 സിനിമ കൂടെ പറഞ്ഞു മോഹൻലാലിന്റെ. ദൃശ്യം, സ്ഫടികം, പിന്നെ ഒടി പിന്നെ ഏതാ മറ്റൊരു സീനുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ അമ്മ പറയുന്നേ ഈ ഇത്രയും പഠിച്ചിട്ട് എന്ത് നേടിയെന്ന് പറയത്തില്ല, ആ ഒരു സീനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് ലാലേട്ടന് അത്ര ഇഷ്ടം? അതിൻ്റെ ഒരു ആക്ടിങ്ങും അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മോഹൻലാലിന് ഇഷ്ടം. 80s വന്നത്, 90s വന്നത്, 30s എപ്പോഴാണല്ലോ ഇഷ്ടം. എപ്പോഴാണ് ഇഷ്ടം? 2030 ഉദ്ദേശിച്ചോ? ഇതെന്ത് അഭിനയമാണെന്ന് തോന്നിപ്പിച്ചൊരു സിനിമ പറയുകയാണെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് പിക്കാൻ വേണ്ടി പറ്റിയ? തന്മാത്ര. തന്മാത്രയിൽ ഏത് സീനാണ്? എല്ലാ സീനും എസ്പെഷ്യലി അത് ക്ലൈമാക്സ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടനല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ലാലേട്ടനല്ലാണ്ട് മറ്റാർക്കും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? തന്മാത്ര മടക്കുന്നതിനൊക്കെ ലാലേട്ടനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഭയങ്കര ഫ്ലെക്സിബിൾ ആക്ടർ അല്ലല്ലോ ലാലേട്ടൻ. നമുക്കൊരു സിനിമ ലാലേട്ടൻ ഉണ്ടോ, ഓക്കെ സിനിമ അത് അടിപൊളിയായിരിക്കും, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടായിരിക്കും. ലാലേട്ടൻ ഉണ്ടായാൽ മതി. ഒരു മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം മാത്രമല്ല, അതിനപ്പുറമാണ്. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡയലോഗ്, എപ്പോഴും മനസ്സിലുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് ഏതായിരിക്കും? നീ പോകുമ്പോൾ ദിനേശ. അല്ല, ആളുടെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ മുഖത്ത് ആ നിമിഷത്തിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് തന്നെ ആളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും എന്താണ് തന്നെ. ഞങ്ങൾ മോഹൻലാലിനെ കുറിച്ചിട്ട് പറഞ്ഞുള്ളൂ. 20 എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടന് ഡയലോഗ് ഇല്ലാത്തൊരു സീനുണ്ട്. പക്ഷേ അവിടെ മുന്നിൽ നിൽക്കുന്ന പ്രകാശ് രാജിന് ആളാണ് പറയുന്നത്, പക്ഷെ അതിന് ഫുൾ എക്സ്പ്രഷൻ ലാലേട്ടന്റെ മുഖത്ത്. അദ്ദേഹത്തിന്റെ കണ്ണും കൂടെ എല്ലാം അഭിനയിക്കും. അതാണ് എന്തെങ്കിലും ഒരു ഇമോഷണൽ സീനില്ല സിനിമകളിൽ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ പവിത്രം സിനിമയിലെ ക്ലൈമാക്സ് സീൻ, ആ കുട്ടീനെ അന്വേഷിച്ച് പോകുന്ന ആ സീൻ എനിക്ക് നല്ല കരച്ചില്ല. എപ്പോൾ കണ്ടാലും കരയും. ചേട്ടച്ചൻ ഭയങ്കര സീനാണ് അത് ആ ലാസ്റ്റ് ഒരു കഥകളിയുടെ ഒരു സംഭവം ചെയ്യില്ല, ലാസ്റ്റ് മരിക്കാറാകുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഉണ്ണികളൊരു കഥ പറയാം, ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. കുറേ സിനിമകൾ ഇഷ്ടമാണ്, എന്നാലും ഇപ്പോൾ ഇറങ്ങാനുള്ളത് ദൃശ്യമല്ലേ ഇനി ഇറങ്ങാനുള്ളത്. അപ്പം പഴയൊരു മൂവി ഉണ്ടല്ലോ സദയം മോഹൻലാലിൻ്റെ, അതൊരു നൈസ് മൂവിയാണ്. അത് കണ്ടിട്ട് ഡിഫറൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ലാലേട്ടൻ അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളി അഭിനയിക്കുന്നതെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ഓരോ ക്യാരക്ടർ ആണെങ്കിലും നല്ല രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ പിന്നെ ഈ ദൃശ്യം 1 തന്നെ ലാലേട്ടനെ അടിക്കുന്ന സീനുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ കരഞ്ഞായിരുന്നു തിയേറ്ററിൽ നിന്ന്. അങ്ങനെ കുറച്ച് സീനുകളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.